Hello viewers, मेरा प्रिय दर्शकों എൻ്റെ പ്രിയ കാഴ്ചക്കാരെ. For today's class +2 English 4th chapter हॉर्गलो माफ़ कीजिए मेरा हिंदी दर्शकों. आज का क्लास +2 छात्रों के लिए इंग्लिश अंग्रेजी क्लास. ഓക്കെ, ഇന്ന് ഇംഗ്ലീഷ് ക്ലാസ്സുകളാണ് +2 സ്റ്റുഡൻസിന് വേണ്ടി. ഇംഗ്ലീഷ് 4th ലെസൺ നോക്കാം നമുക്ക്. അപ്പോൾ ഹോർഗല്ലു എന്നാണ് അതിൻ്റെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ നമുക്ക് ആദ്യം അബൌട്ട് ദി ഓതറെ കുറിച്ച് നോക്കാം. സുധാമൂർത്തി വാസ് ബോൺ ഇൻ 1950. സുധാമൂർത്തി എന്നാണ് റൈറ്ററുടെ പേര്. അവർ ജനിച്ചത് 1950-ലായിരുന്നു. ഷീസ് ആൻ M.Tech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടീച്ചേഴ്സ് കമ്പ്യൂട്ടർ സയൻസ്. അല്ല, അവർ M.Tech കഴിഞ്ഞതാണ്. അല്ലെ കമ്പ്യൂട്ടർ സയൻസ് പഠിപ്പിച്ചിരുന്നു. ദെൻ ഷീ റോട്ട് എ ലോട്ട് ബോത്ത് ഇൻ ഇംഗ്ലീഷ് ആൻഡ് കന്നഡ. അപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ ഇംഗ്ലീഷിലും കന്നഡയിലും എഴുതിയിട്ടുണ്ട്. സോ യു നോ ഷീ ഈസ് എ കന്നഡ റൈറ്റർ. ദെൻ ഹോറിഗല്ലു ഈസ് ടേക്കൺ ഫ്രം ദി ഓൾഡ് മാൻ ആൻഡ് ഹിസ് ഗോഡ്. ഓൾഡ് മാൻ ആൻഡ് ഹിസ് ഗോഡ് എന്ന പുസ്തകത്തിന് എടുത്ത ഒരു ഭാഗമാണത്. നോക്കാം അത് എന്താണെന്ന് നാം നോക്കാം. ദെൻ ഗോഡ് ഡിസ്കവറിങ് ദ സ്പിരിറ്റ് ഓഫ് ഇന്ത്യ. അല്ലെ, ഇന്ത്യയുടെ ആ ഊർജ്ജസ്വലത അല്ലെ, അത് കണ്ടെത്തുക എന്നുള്ളത്. അപ്പോൾ നമുക്കിനി നോക്കാം, ഇതിലെ ആക്ടിവിറ്റി നോക്കാം. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇമാജിൻ നോമിത ഗെറ്റ്സ് എ ചാൻസ് ടു ടോക്ക് ടു രത്ന. How would she present her worries? അപ്പോൾ നോമിതയ്ക്ക് രത്നയുമായി കണ്ടുമുട്ടാൻ ഒരു ചാൻസ് കിട്ടി. അപ്പോൾ അവളുടെ ദുഃഖം എങ്ങനെ അവതരിപ്പിക്കും അല്ലെങ്കിൽ രേഖപ്പെടുത്തും എന്നുള്ളതാണ്. അപ്പോൾ നോക്കാം. അപ്പോൾ നമുക്കിത് എങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ബിഗിൻ ചെയ്യാം, പക്ഷേ ഉചിതമായിരിക്കണം. അപ്പോൾ യു ക്യാൻ ബിഗിൻ വിത്ത് വാട്ട് എവർ ദി സ്യൂറ്റബിൾ സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. First, Nomita. I am Nomita. Yesterday, I had a quarrel with my husband. ഞാൻ നോമിതയാണ്. ഞാൻ ഇന്നലെ എൻ്റെ ഹസ്ബൻഡുമായി വഴക്കടിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ രത്ന പറയുന്ന വാട്ട് ഹാപ്പൻ നോമിത, എന്ത് സംഭവിച്ചു നോമിത he received a letter written by me by my mother. എൻ്റെ അമ്മ എനിക്ക് എഴുതിയ ഒരു എഴുത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടി. he read and left it in his pockets. അല്ല, അതെന്ത് ചെയ്തു? അദ്ദേഹം വായിച്ചു, അദ്ദേഹത്തിൻ്റെ പോക്കറ്റിലിട്ടു. After 3 days, when I checked his pockets before giving the dirty clothes to the washerman. അപ്പം ഞാൻ വാഷർമാന് കൊടുക്കാനായി, തുണി അലക്കുന്ന ആൾക്ക് കൊടുക്കാനായി 3 ദിവസം കഴിഞ്ഞ് ഞാൻ ആ പോക്കറ്റ് സെർച്ച് ചെയ്തു. Then I found it there, crumpled and torn. ഞാൻ അതവിടെ കണ്ടു, പോക്കറ്റിലെടുത്ത്. അത് വളരെ എന്താണ്, ചുളങ്ങിയിരിക്കുന്നു, കീറിയിരിക്കുന്നു. അപ്പോൾ എന്തായി? When asked him why he opened my letter. അപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനാണ് എൻ്റെ എഴുത്ത് തുറന്നു നോക്കിയത്. And even refused to give it to me letter. He rudely told me he would do what he wants. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അതിന് മറുപടിയായി വളരെ മോശമായി ദേഷ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു മറുപടിയാണ് എനിക്ക് തന്നത്. Then Ratna, he said that, അയാൾ അങ്ങനെ പറഞ്ഞു. നോമിത, he did അങ്ങനെ പറഞ്ഞു. He father asked me what I could do. നിനക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നോട് ചോദിച്ചു. I was enraged. I saw a matchbox lying near. അപ്പം എനിക്ക് വല്ലാത്ത ദേഷ്യമാണ്. ഒരു തീപ്പെട്ടി താഴെ കിടക്കുന്നതായിട്ട് ഞാൻ കണ്ടു. Lit a match and put it to my saree, which caught fire. ഞാനൊരു തീപ്പെട്ടിക്കൊള്ളി കൊളുത്തി എൻ്റെ സാരിയിലിട്ടു. അങ്ങനെ സാരിക്ക് തീ പിടിച്ചു. Goodness, how could you do that? നീ എന്താണ് അങ്ങനെ ചെയ്തത് എന്ന് ചോദിച്ചു. Then Nomita, I was mad with anger. ഞാൻ ദേഷ്യം കൊണ്ട് എനിക്ക് ഭ്രാന്ത് പിടിച്ചു. Then I wanted to tell him
ദാറ്റ് ഐ ക്യാൻ ഓൾസോ ഡു തിങ്സ്. എനിക്കും കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, പലതും ചെയ്യാൻ കഴിയും എന്നെനിക്ക് അദ്ദേഹത്തോട് പറയണമെന്ന് തോന്നി. ദെൻ നോമിത ഐ വാസ് ദെൻ രത്നം ആൻഡ് ദെൻ പിന്നെ നോമിത അജിത് വാസ് ഷോക്ക്ഡ് ആൻഡ് ഹി കെയിം റണ്ണിങ് ആൻഡ് put out the fire. I could see a remorse in his face. അയാൾ ഓടി വന്നു തീ കെടുത്തി. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു ഉത്കണ്ഠ, എന്നോടുള്ള ഒരു അനുകമ്പ ഞാൻ കണ്ടു. Then sure he will not challenge me again in the future. പിന്നെ എനിക്ക് ഉറപ്പായി ഇനി അദ്ദേഹം എന്നെ ഭാവിയിൽ വെല്ലുവിളിക്കില്ല എന്ന കാര്യം എനിക്ക് ഉറപ്പായി. Then Ratna, but Nomida, you had gone too far in setting fire to yourself. ഇത് വളരെ അധികമായി നോമിത, നീ ഇങ്ങനെ സ്വന്തമായി തീയൊക്കെ കൊളുത്തിയാലോ എന്ന് പറയും. നോമിത, well, men sometimes need shock treatments to bring them to their senses. അപ്പോൾ ചിലപ്പോൾ പുരുഷന്മാർക്ക് ഇങ്ങനെ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്, അവരെ ഉചിതമായ നിലയ്ക്ക് കൊണ്ടുവരാൻ. അപ്പോൾ ഇത് സമയം അതിക്രമിച്ചിരിക്കുന്നു. ഞാൻ ഇനിയും ക്ലാസ് തരും. എക്സാമിന് മുമ്പ് തന്നെ നിങ്ങളുടെ ലെസൺസ് ഞാൻ മുന്നിലെത്തിക്കും. ഓക്കെ ദെൻ, സി യു, ഗുഡ് നൈറ്റ്, ശുഭരാത്രി. ഓക്കെ ദെൻ.